PR-ന്റെ കാര്യം ഇന്നലെ വരെ അവിടെയും ഇവിടെയും ഒക്കെ ആയിട്ടുള്ള സംസാരങ്ങളായിരുന്നു. ഇന്നലെ അനുമോള് തന്നെ അത് സമ്മതിച്ചു, പരസ്യമായിട്ട് സമ്മതിച്ചു. അതെ, ഞാൻ PR കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം പരസ്യമായിട്ട് സമ്മതിച്ചു. ബിഗ് ബോസ് അത് മനസ്സിലാക്കി ഒരു മോർണിംഗ് ടാസ്ക് വെക്കുകയും അത് വലിയൊരു ചർച്ചക്ക് വഴിയൊരുക്കി. അല്ല, ജിസേലിന്റെ എലിമിനേഷനോടെ തന്നെ അതൊരു വലിയ ചർച്ചയായിട്ടുണ്ടായിരുന്നു PR-ന്റെ ബലത്തിൽ. കാരണം എല്ലാ മത്സരങ്ങളിലും നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത അല്ലെങ്കിൽ ആളുകളോട് നല്ല രീതിയിൽ ബിഹേവ് ചെയ്ത ഒരാളെ ഔട്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ചർച്ച വരും. ആ ചർച്ചയുടെ അത് തന്നെ കണ്ടന്റ് ആക്കി ബിഗ് ബോസ് കൊടുത്തു. അതിൽ പുള്ളിക്കാരിയുടെ ആ മുഖഭാവങ്ങളിൽ നിന്ന് തന്നെ റിയാക്ഷൻസിൽ നിന്ന് തന്നെ പുള്ളിക്കാരി PR കൊടുത്തിട്ടുണ്ട്. അതായത് അതിനകത്തുള്ള അമ്മയെ തൊട്ട് പ്രോമിസ് ചെയ്യുന്ന ഒരു പോർഷൻ ഉണ്ട്, നീ ശ്രദ്ധിച്ചിരുന്നോ? അതായത് അമ്മയാണ് സത്യം, ഞാൻ പിന്നെ ഇവളോട് പറഞ്ഞിട്ടില്ല, അതായത് ബിന്നിയോട് പറഞ്ഞിട്ടില്ല എന്ന് മാത്രം, കൊടുത്തിട്ടില്ല എന്നുള്ളതല്ല, ഞാൻ ബിന്നിയോട് പറഞ്ഞിട്ടില്ല എന്നുള്ളൊരു കാര്യം. പിന്നെ 16 ലക്ഷം രൂപയുടെ അത് എടുത്തു പറയൂ എന്ന് അനുമോള് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലായില്ല. പിന്നെ ഈ 16 ലക്ഷം രൂപ അതായത് ഈ ബിഗ് ബോസിൽ നിന്ന് കിട്ടുന്ന പൈസ മുഴുവനും ഇവര് PR കൊടുക്കാനാണെങ്കിൽ പിന്നെ എന്തിനാണല്ലേ? അതെ, അത് എത്രത്തോളം വിശ്വസില്ല. PR കൊടുത്തു എന്ന് പറയുന്നത് അനുമോൾ തന്നെ സമ്മതിക്കുന്നുണ്ട്. ഞാൻ പുറത്തൊരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്, ഇവിടെ എല്ലാവർക്കും PR ഉണ്ട്. PR ഉണ്ടായിരിക്കാം, അനുമോൾക്ക് മാത്രമല്ല, അതിനുള്ളിൽ പലർക്കും PR ഉണ്ടായിരിക്കാം. പക്ഷെ അനുമോളുടെ PR ഇത്രയും ചർച്ചയാവാനുള്ള കാരണം അത്രത്തോളം അവർ ആക്റ്റീവാണ്, ഇവൾ എത്രത്തോളം എമൗണ്ട് കൊടുത്തു എന്നുള്ളതും തുറന്നു പറഞ്ഞു എന്നുള്ളതാണ്. അത് മാത്രമല്ല, ബിന്നി പറയുമ്പം അനുമോൾ ഡിഫെൻഡ് ചെയ്യുന്നൊരു ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ബിന്നി പറയുന്നതിൽ സത്യമുണ്ട്. PR കൊടുത്തു എന്നുള്ളത് സ്ഫുടതയോടെ ഇത്രയും ക്ലിയർ ആയിട്ട് ബിന്നി ഒരു കാര്യം പറയുമ്പോൾ അതിനെന്തായാലും ഒരു ക്ലാരിറ്റി ഉണ്ടാവുമല്ലോ. അതെ, അങ്ങനെ നോക്കുകയാണെങ്കിൽ നെവിൻ നോമിനേറ്റ് ചെയ്തിട്ട് പറഞ്ഞ കാര്യങ്ങളും വളരെ അച്ചട്ടായിട്ടുള്ള കാര്യങ്ങളാണ്. വെച്ചാൽ ഒരു ഗെയിം പോലും അനുമോൾ കൃത്യമായിട്ട് ചെയ്തിട്ടില്ല, ഒരു ക്യാപ്റ്റൻസി ടാസ്കിൽ പോലും വന്നിട്ടില്ല. അതുപോലെ ഒരു ഗെയിമും വിൻ ചെയ്തിട്ട്, ഇൻഫാക്ട് ഇത് സ്പോൺസർ ടാസ്ക് പോലും അനുമോൾ വിൻ എന്തെങ്കിലും കുക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ഷോ ഓഫ് ഇറക്കുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് കുറച്ച് കരച്ചിൽ നടങ്ങുന്ന ഗെയിമിലേക്ക് അനുമോൾ എത്തിയിട്ടില്ല. അപ്പൊ അവിടെയാണ് നമുക്ക് അനുമോളുടെ അതുപോലെ ശ്രദ്ധിച്ചോ, ഔട്ട് ആകുന്ന ആളുകൾ അതിനകത്ത് പറഞ്ഞൊരു മെയിൻ പോയിന്റ്, അപ്പാനി ശരത്തിന്റെ PR ടീം തന്നെയാണ് അനുമോളുടെ PR ടീമെന്നും അപ്പാനി ശരത്ത് ഔട്ടായപ്പോൾ തനിക്ക് ഭയമാണെന്ന് അനുമോൾ ആവർത്തിച്ച് പറഞ്ഞെന്നും ബിന്നി കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്തായാലും ഇത് ക്യാമറ ക്ലാരിറ്റി ഉള്ളതാണെന്ന് ബിന്നിക്കറിയാം. ഒരു കാര്യം വെറുതെ വന്ന ഒരാളുടെ മുകളിലേക്ക് ഒരു അലിഗേഷൻ വെക്കേണ്ട കാര്യം ബിന്നിക്കില്ലല്ലോ. ഒന്ന്. രണ്ടാമത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും വലിയൊരു ഷോയില് അനുമോള് ചെയ്തു കൊടുക്കുന്ന ഒരു കോൺട്രിബ്യൂഷൻ എന്താണ്? ഉറപ്പായിട്ടും അതെ. ഈ ഒരു എലിമിനേഷൻ ടാസ്കിലൊക്കെ വരുന്നത് പോലെ ഇന്നലത്തെ നോമിനേഷനിൽ പറഞ്ഞ കാരണങ്ങളൊക്കെ ഇതാണ്. അതായത് എലിമിനേഷൻ വരുമ്പോഴൊന്നും അനുമോൾക്ക് ഒട്ടും തന്നെ ഭയമില്ല. തന്റെ കൂടെയുള്ള ആള് പോകുമോ എന്നുള്ള ടെൻഷൻ അല്ലാണ്ട് താൻ പോകുന്നുള്ള ഒരു ടെൻഷനോ ഒരു ഭയമോ. അത് ഷാനവാസ് ആണോ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഡ്രസ്സുകൾ പാക്ക് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാവരും എല്ലാ ഡ്രസ്സും പാക്ക് ചെയ്ത് വെക്കും, പക്ഷെ പുള്ളിക്കാരിക്ക് ഒരു കോൺഫിഡൻസ് ഉള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെ 1-2 ഡ്രസ്സുകൾ മാത്രം വെച്ചുകൊണ്ട് ബാക്കിയെല്ലാം പുള്ളിക്കാരി ബാക്കി വെക്കുന്നു എന്നുള്ള ഒരു സാധനം പറയുന്നുണ്ടല്ലോ. ഒരു ഗെയിം പോലും കളിക്കാതെ, ഒരു ടാസ്ക് പോലും കംപ്ലീറ്റ് ചെയ്യാതെ ഞാനിവിടെ നിൽക്കുന്നുള്ള അത്രയും ഉറപ്പുണ്ടെങ്കിൽ പുറത്തെ PR-ന്റെ വിശ്വാസം നല്ല രീതിയിൽ തന്നെ. പക്ഷെ അവിടെ എന്റെ സംശയം 16 ലക്ഷം രൂപ കൊടുത്തോ? 16 ലക്ഷം രൂപ കൊടുത്തിട്ട് PR വർക്ക് ചെയ്യുകയാണെങ്കിൽ എന്തിനാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് പോകുന്നത്? ഒരു മാർക്കറ്റ് വാല്യൂ പുള്ളിക്കാരിക്ക് ഇപ്പം ഓൾറെഡി സ്റ്റാർ മാജിക് അല്ലെങ്കിൽ മറ്റുള്ള സീരിയലുകളിൽ നിന്ന് കിട്ടിയ ഒരു മാർക്കറ്റ് വാല്യൂവിനപ്പുറം ഒരു ടൈറ്റിൽ വിന്നർ എന്നുള്ള ഒരു സാധനം കിട്ടിക്കഴിഞ്ഞു. ഇപ്പം അഖിൽമാരാറിന്റെ ലൈഫ് തന്നെ ചേഞ്ച് ചെയ്തൊരു സാധനമാണ് ബിഗ് ബോസ് ടൈറ്റിൽ വിന്നർ ആയതോടെ പുള്ളിക്കാരന്റെ ലൈഫിൽ സംഭവിച്ചത്. ഒരു പക്ഷേ ഇത്രയും പൈസ കൊടുത്തുകൊണ്ട് തനിക്ക് കിട്ടാൻ പോകുന്ന മാർക്കറ്റ് വാല്യൂ, ഇപ്പം അവസരങ്ങൾ കൂടും, ഉദ്ഘാടനങ്ങളുടെ റേറ്റിംഗ് കൂടും, ഇതെല്ലാം സ്വപ്നം കണ്ടതുകൊണ്ടോ അല്ലെങ്കിൽ ടാർഗറ്റ് വെച്ചതുകൊണ്ടോ ആയിക്കൂടെ? ഞാൻ ചോദിക്കുന്നത്, ഇത്രയും PR-ന് ഇത്രയും കാശ് കൊടുത്തിട്ട് ഒരു ഷോക്ക് വേണ്ടി PR ചെയ്യുന്ന അനുമോൾക്ക് പുറത്തെത്ര എങ്ങനെയൊക്കെ PR ചെയ്യാം? അല്ലാതെ ഈ ഷോയിൽ എത്താതെ തന്നെ പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ അല്ലാത്ത മറ്റു പല മാർഗങ്ങളുണ്ടല്ലോ. തന്നെ പുള്ളിക്കാരി പറയുന്നുണ്ടല്ലോ, എനിക്ക് ഇവിടെ വന്നിട്ടുള്ള PR-ൽ അതിന് മുന്നേ തന്നെ, അതായത് ഷോയിൽ വരുന്നതിന് മുന്നേ തന്നെ എനിക്ക് വേണ്ടി ആളുകൾ PR ചെയ്യുന്നുണ്ട്.
അതായത് സ്നേഹം കൊണ്ടുള്ള PR എന്നാണ് പുള്ളിക്കാരി പറയുന്നത്. അതെ, പക്ഷെ അതിൽ എത്രത്തോളം അതായത് പുള്ളിക്കാരി പറയുന്ന വാക്കുകളോട് വിശ്വസനീയമായിട്ടുള്ള കാര്യങ്ങളല്ല പുള്ളിക്കാരി പറയുന്ന പലതും. ഷാനവാസുമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നു. അതിനുശേഷം ഷാനവാസ് ചോദിച്ചു നീ PR കൊടുത്തോ എന്ന് ചോദിക്കുമ്പോൾ നാട്ടിൽ വീട്ടിന്റെ അപ്പുറത്ത് കിരൺ എന്ന് പറയുന്ന ആൾക്ക് ഫോൺ ഏൽപ്പിച്ചു എന്ന കാര്യം തുറന്നു പറയുന്നുണ്ട്. അതിന്റെ കൂടെ പറയുന്ന പല മാധ്യമങ്ങളും എന്നെ സമീപിച്ചിട്ടുണ്ട്. പക്ഷെ അവരാവശ്യപ്പെട്ടത് വലിയ തുകയായത് കാരണം എനിക്ക് കൊടുക്കാൻ വേണ്ടി പറ്റിയില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അനുമോൾ പറയുന്നുണ്ട്. ഇതിനിപ്പം വീക്കെൻഡ് എപ്പിസോഡിൽ മോഹൻലാൽ വന്ന് ചോദിക്കുമ്പോൾ പോലും അനുമോൾ കൃത്യമായ ഒരു ഉത്തരം പറയും എന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവർക്കും ഉണ്ട് PR, എനിക്കും ഉണ്ട് PR എന്നുള്ള ഇതിലാണ് ഇപ്പോൾ അനുമോൾ നിൽക്കുന്നത്. പക്ഷെ മറ്റാരും PR-നെ കുറിച്ച് സംസാരിച്ചില്ല. PR വർക്ക് ഉണ്ട്, ഉറപ്പായിട്ടുണ്ട്. ലക്ഷ്മിക്ക് PR വർക്ക് നമ്മൾ കാണുന്നുണ്ട്. അല്ലാണ്ട് മറ്റു മത്സരാർത്ഥികൾക്ക് PR ഒക്കെ ഓഫ് കോഴ്സ് ഉണ്ടാവുമല്ലോ. ഈ ഒരു മത്സരത്തിൽ പുള്ളിക്കാരി ഇമോഷണൽ ആയിട്ട് പറയുന്ന ഒരു ഇതുണ്ട്. അതായത് ഇത്രയും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി തല പോയോ കാല് പോയോ ശരീരത്തിൽ ഉണ്ടാകുന്ന മുറിവുകൾ ഇതൊന്നും വകവയ്ക്കാതെ പിന്നെ മെഡിക്കൽ ഇപ്പം റിസൾട്ട് വരുന്ന എക്സാമിന്റെ റിസൾട്ട് വരുന്നതിനേക്കാളും ഭയത്തോടെയാണ് ഓരോ എലിമിനേഷനും നമ്മൾ കവർ ചെയ്യുന്നത്. അതെ, ബ്ലഡ് പ്രഷർ ഡൗൺ ആവുന്നു. ഇങ്ങനെ നിൽക്കുമ്പോൾ അനുമോള് വളരെ കൂളായിട്ട് വന്ന് നിന്ന് അല്ലെങ്കിൽ PR കൊടുത്തിരിക്കുന്നു. ഇപ്പൊ അനുമോളെ മാത്രമല്ല പേരെടുത്ത് പറയുന്നതല്ല, ബാക്കിയുള്ളവർക്കെല്ലാം അതായത് ഒരു ഭയമില്ലാതെ എലിമിനേഷൻ അറ്റൻഡ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ അതിനുള്ളിലുണ്ട് അല്ലെ. അതിൽ അനുമോളുടെ കാര്യം പറയാണ്ടിരിക്കാൻ പറ്റില്ല. എങ്ങനെ ഈ ഒരു എന്തിനു പിന്നെ ഗെയിം കളിക്കണം, എന്താണ് ഈ ഗെയിമിന്റെ അർത്ഥം? അപ്പൊ കഴിഞ്ഞ സീസണിൽ ജിൻഡോ ജയിച്ച പോലെ ഈ തവണ PR വർക്ക് കൊണ്ട് അനുമോൾ ജയിക്കുവാണെങ്കിൽ ഈ ഷോയുടെ അർത്ഥം എന്താണ്? മറ്റ് ഇൻഡസ്ട്രികളിലൊക്കെ ജയിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഷോക്ക് പിന്നെ ഒരു വാല്യൂ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? PR വർക്കുകളുടെ മാത്രം അടിസ്ഥാനത്തിൽ ഈ ഷോയെ എത്ര നാൾ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം റിവ്യൂ പറയുന്ന കൂട്ടത്തിൽ ആരോനിക്കൊന്ന് മല്ലു രേവതി ആ ചാനലിലെ രേവതിയാണെന്ന് തോന്നുന്നു ചോദിച്ചൊരു കാര്യമുണ്ട്. എത്രയും വേഗം ഈ ഷോ അവസാനിപ്പിച്ചുകൂടെ? എന്തിനാണ് ഇങ്ങനെയൊരു ഷോ മുൻപോട്ട് PR-ന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഒരു ഷോ മുൻപോട്ട് കൊണ്ടുപോകുന്നതിന്റെ അടിസ്ഥാനം എന്താണ്? പക്ഷെ ഇന്നലെ പറയാതിരിക്കാൻ പറ്റില്ല. ഇന്നലെ ഒരു അത്യാവശ്യം എന്റർടൈൻമെന്റ് നടന്ന അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് നമുക്ക് ഒരു എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു. എനിക്ക് ആര്യന്റെ പെർഫോമൻസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഷാനവാസ് മോശമായിരുന്നില്ല. ഷാനവാസ് നല്ല രീതിയിൽ തന്നെ അത് ഒരു കളർഫുൾ എല്ലാവർക്കും ഒരു ഓളം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു അതെ എന്റർടൈൻ ചെയ്യിച്ചതില് ഷാനവാസും ഉണ്ട്. ആര്യന്റെ പെർഫോമൻസ് എനിക്ക് വളരെ ത്രൂ ഔട്ട് അവൻ ആ കഥാപാത്രത്തിൽ നിൽക്കുന്ന പോലെ തോന്നി. അനീഷ് ആണെങ്കിലും അനീഷും ലക്ഷ്മിയും തമ്മിലുള്ള ചില കോൺവെർസേഷൻ രസകരമായിരുന്നു. അതുപോലെ ലക്ഷ്മിയും അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്തു. നോക്കുകയാണെങ്കിൽ അനുമോളുടെയും പെർഫോമൻസ് ഇന്നലെ പിന്നെ സ്വാഭാവികമായിട്ടും അങ്ങനെ ആ ഒരു ക്യാരക്ടർ അവൾക്ക് ആപ്റ്റ് ആയിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തരുടേതും ഇപ്പം സാബുമാന്റെ ആണെങ്കിലും ഈ ഒരു ടാസ്കില് സാബുമാൻ അങ്ങ് വരും ദിവസങ്ങൾ എങ്ങനെയാകുമെന്ന് നോക്കി കാണാം. പിന്നെ ആദിലയുടെയും നൂറയുടെയും എടുത്തു കഴിഞ്ഞാൽ നൂറയ്ക്ക് കിട്ടിയ കഥാപാത്രം ഒരുപാട് പെർഫോം ചെയ്യാൻ പറ്റുന്ന ശോഭന അതിഗംഭീരമാക്കിയ ഒരു കഥാപാത്രമായിരുന്നില്ലേ? അങ്ങനെയുള്ള ഒരു കഥാപാത്രം ഇതിന് മുൻപുള്ള സീസണുകളിലും ഇത് വന്നിട്ടുണ്ട്. കാർത്തുമ്പിയുടെ അത് അതിഗംഭീരമായിട്ട് എനിക്ക് തോന്നുന്നു, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ റെനീഷയാണ് അത് ചെയ്തിരുന്നത്. അത് അതിഗംഭീരമായിട്ട് തന്നെ പുള്ളിക്കാരി അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നൂറയ്ക്ക് കുറച്ചും കൂടി അത് എനർജി ആവാമായിരുന്നു. കോസ്റ്റ്യൂം ഒക്കെ ഓക്കെ, പക്ഷെ അതിന്റെ ആ ഒരു പെർഫോമൻസ് പാർട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് അത്ര ഗംഭീരമായിരുന്നു എന്നും എനിക്ക് തോന്നുന്നില്ല. എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. പിന്നെ ഇനിയിപ്പോ കഴിഞ്ഞ ദിവസത്തെ നോമിനേഷനിൽ എന്തായാലും ഇത്തവണയും അനീഷ് ഉണ്ട്. അനീഷിനെ എത്ര ആളുകൾ നോമിനേറ്റ് ചെയ്താലും എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ പുള്ളിക്കാരൻ കുറച്ചു കാലം കൂടി ഓടും. ഇത് അനുവിന്റെ PR ടീമിന്റെ ഒരു വർക്ക് കൊണ്ട് കൂടി അനീഷ് നിന്നു പോകും എന്നൊരു ചർച്ച സോഷ്യൽ മീഡിയ നടക്കുന്നുണ്ട്. അതെ, ഇനിയുള്ള ഇന്നത്തെ എലിമിനേഷൻ നോമിനേഷൻ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് അനുവിന്റെ ഗ്രാഫ് ഒന്ന് ഡൗൺ ആവാൻ സാധ്യതയുണ്ട്. പക്ഷെ പൂർണ്ണമായിട്ടും ഡൗൺ ആവില്ല. PR ഇല്ല എന്ന് കാണിക്കാൻ അത് പ്രൂവ് ചെയ്യേണ്ടത് അവരുടെ പുറത്ത് നിൽക്കുന്ന ആളുകളുടെയും ഒരു ആവശ്യമായതുകൊണ്ട് ഒന്ന് ഡൗൺ ആയേക്കാം. ഇപ്പോൾ നിലവില് കൂടുതൽ വോട്ട് കുറയാനുള്ള സാധ്യത സാബുമാനോ അല്ലെങ്കിൽ ഇപ്പോൾ എലിമിനേഷനിലെ ബിന്നിക്കോ. ഈ സാബുമാൻ അതുപോലെ ഷാനവാസ് ഈ ഒരു ആദില നൂറ ടീമിനെയൊക്കെ ആദില ഇപ്പം ക്യാപ്റ്റൻ ആയതുകൊണ്ട് അതിനകത്ത് നോമിനേഷൻ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവരെയൊക്കെ നിർത്തുന്നത് അനുമോൾക്ക് വേണ്ടിയിട്ടായിക്കൂടെ?
ഉറപ്പായിട്ടും അതിനുള്ള സാധ്യതയും കാണാം. PR ടീമിന്റെ ഒരു ഗെയിം ആയിക്കൂടെ എന്നുള്ള ചർച്ചകളും ശരിക്കും ഇത് സോഷ്യൽ മീഡിയയിൽ കുറെ നാളായിട്ട് തന്നെ നടക്കുന്ന ഒരു സാധനമാണ്. അത് ഇന്നലെ അനുമോളും അങ്ങനത്തെ ഒരു ഡയലോഗ് അടിക്കുകയും കൂടെ ചെയ്തിട്ടുണ്ട്. എനിക്കൊരു സ്ട്രോങ് പ്ലെയർ ആയിട്ട് നീ വേണമെന്ന് നെവിനോട് പറയുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. അപ്പം PR ടീമിന്റെ വർക്കിൽ അതും പെടുത്തേക്കാം. ആരൊക്കെ നിൽക്കണം ആരൊക്കെ പോവണ്ട എന്നുള്ളത് പുള്ളിക്കാരി തീരുമാനിക്കുന്ന PR രാജകുമാരി തീരുമാനിക്കട്ടെ. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.